1997 ഇറങ്ങിയ ഒരു അടിപൊളി സയൻസ് ഫിക്ഷൻ സിനിമയാണ് ഫിഫ്ത് എലമെന്റ്. ഒരു വിഭാഗം അന്യഗ്രഹ ജീവികൾ ഭൂമിയെ നശിപ്പിക്കാൻ വന്നപ്പോൾ മറ്റൊരു വിഭാഗം ഏലിയൻസ് കുറച്ച് മനുഷ്യരുമായിട്ട് ചേർന്ന് ഭൂമിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതും അതിനിടയിൽ സംഭവിക്കുന്ന സാഹസികതകളുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം. ഈജിപ്തിൽ നിന്നുമാണ് കഥ തുടങ്ങുന്നത്. ഇവിടെ പ്രൊഫസർ പാക്കോലിയും അയാളുടെ സ്റ്റുഡന്റ് ബില്ലിയും കൂടെ പുരാതനമായ ഒരു അമ്പലത്തിൽ പര്യവേഷണം നടത്തുകയായിരുന്നു. അതിന്റെ ചുമരുകളിൽ പുരാതന ഭാഷയിൽ എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. പാക്കോലി അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതൊരു പ്രവചനമാണ്. നമ്മുടെ ഗാലക്സിയിൽ വളരെ പ്രാചീനമായ ഒരു അന്യഗ്രഹ ജീവി സമൂഹമുണ്ട്. അവര് ഓരോ 5000 വർഷങ്ങൾ കൂടുന്തോറും ഭൂമിയിൽ വലിയൊരു മഹാവംശനാശം വിതയ്ക്കാൻ വരും. അവരാരാണെന്നോ എവിടെയാണെന്നോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നോ അങ്ങനെ ഒന്നും തന്നെ ആർക്കും അറിയില്ല. ഈവിളെന്നാണ് അവർക്ക് നൽകിയിരിക്കുന്ന പേര്. ഇനിയും 300 വർഷങ്ങൾ കഴിയുമ്പോൾ ഈവിൾ വീണ്ടും വരും. കാലാകാലങ്ങളായിട്ട് ഈവിളിനെ തടയുന്നത് മോണ്ടോ ഷവൻ എന്നൊരു മറ്റൊരു വിഭാഗം ഏലിയൻസ് ആണ്. ഈ ഏലിയൻസ് ഈവിളിനെ എതിർക്കാൻ ചില വെപ്പൺസ് ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട്. ഈ അമ്പലത്തിലും അങ്ങനൊരു വെപ്പൺ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ആ വെപ്പൺ ആക്ടിവേറ്റ് ചെയ്യാൻ 5 എലമെന്റ്സ് വേണം. 4 കല്ലുകളും പിന്നെ അമാനുഷിക ശക്തിയുള്ള ഒരു മനുഷ്യനുമാണ് 5 എലമെന്റ്സ്. സുപ്രീം ബീയിങ് എന്നാണ് അമാനുഷിക ശക്തിയുള്ള ആ മനുഷ്യനെ പറയുന്നത്. അങ്ങനെ പാക്കോലി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോഴേക്കും അവിടെ ഒരു പ്രീസ്റ്റ് വന്നു. ഈ പ്രീസ്റ്റ് മോണ്ടോ ഷവൻ ഏലിയൻസിന്റെ ആളാണ്. ഏലിയൻസിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ തലമുറയായിട്ട് പകർന്നു കൊടുക്കുന്നതും അതുപോലെ ഈ അമ്പലത്തിനെ കാലാകാലങ്ങളായിട്ട് സൂക്ഷിക്കുന്നതും ഇയാളെ പോലെയുള്ള പ്രീസ്റ്റുകളാണ്. അയാള് വന്ന് പാക്കോലിയുമായിട്ട് സംസാരിക്കുന്നതിനിടയിൽ അവിടെ മോണ്ടോ ഷവൻ ഏലിയൻസിന്റെ ഒരു സ്പേസ്ഷിപ്പ് വന്ന് ലാൻഡ് ചെയ്തു. അതിൽ നിന്ന് റോബോട്ടുകളെ പോലെ തോന്നിക്കുന്ന സ്യൂട്ടുകളൊക്കെ ധരിച്ച കുറെ ഏലിയൻസ് ഇറങ്ങി വന്നു. എന്തോ ആവശ്യത്തിന് വേണ്ടി 5 എലമെന്റ്സും എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഏലിയൻസ് വന്നത്. ഒരു ഏലിയൻ ചെന്ന് അമ്പലത്തിലെ ഒരു രഹസ്യ മുറി തുറന്നു. അതിനുള്ളിലാണ് വെപ്പൺ ആക്ടിവേറ്റ് ചെയ്യാനുള്ള 5 എലമെന്റ്സും സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. ഇതൊക്കെ കണ്ട് അത്ഭുതപ്പെട്ട പാക്കോലിയുടെ ബോധം പോയി. ശേഷം ഏലിയൻസ് അകത്ത് കയറി 5 എലമെന്റ്സും എടുത്തു. ഇത് നിങ്ങൾ കൊണ്ടുപോയാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പ്രീസ്റ്റ് ആശങ്കയോടെ ചോദിച്ചു. അപ്പോൾ നീ പേടിക്കണ്ട, നിങ്ങൾക്കിത് ആവശ്യം വരുന്ന സമയം തീർച്ചയായും ഞങ്ങൾ ഇത് തിരികെ കൊണ്ടുവരാമെന്ന് ഏലിയൻ വാക്കുകൊടുത്തു. എന്നിട്ട് രഹസ്യമുറിയുടെ വാതിൽ തുറക്കേണ്ട താക്കോലും പ്രീസ്റ്റിന് കൊടുത്ത ശേഷം അവര് തിരിച്ചുപോയി. 300 വർഷങ്ങൾക്ക് ശേഷമുള്ള രംഗമാണ് അടുത്ത് കാണിക്കുന്നത്. അമ്പലത്തിൽ എഴുതിയിരുന്ന പ്രവചനം പോലെ ഇപ്പോ ഈവിൾ ഭൂമിയെ ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം എന്തോ ഒരു വലിയ വസ്തു ഭൂമിയെ ലക്ഷ്യമിട്ട് വരുന്നത് മനസ്സിലാക്കിയ ശാസ്ത്രജ്ഞര് ആ വിവരം പ്രസിഡന്റിനെ അറിയിച്ചു. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അടുത്ത ദിവസം തന്നെ പ്രസിഡന്റ് കുറെ ശാസ്ത്രജ്ഞരെയും മിലിറ്ററിക്കാരെയും ഒക്കെ വിളിച്ചുകൂട്ടി. എന്നിട്ട് ആ വസ്തു എന്താണെന്ന് അന്വേഷിക്കാൻ ഒരു സ്പേസ്ഷിപ്പിനെ അങ്ങോട്ട് അയക്കുകയും ചെയ്തു. അതിനിടയിൽ ഇപ്പോഴത്തെ പ്രീസ്റ്റ് വിറ്റോ കയറി വന്നിട്ട് നമ്മുടെ ആയുധങ്ങൾക്ക് അതിനെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞു. ഒപ്പം പ്രവചനത്തിനെ കുറിച്ചും പറഞ്ഞു കൊടുത്തു. എന്നിരുന്നാലും അതിനെ വെടിവെക്കാൻ സ്പേസ്ഷിപ്പിലുള്ളവർക്ക് പ്രസിഡന്റ് ഓർഡർ നൽകി. പക്ഷെ എത്ര തന്നെ മിസൈലുകൾ അയച്ചിട്ടും ഈവിളിനെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. അവസാനം ഈവിൾ സ്പേസ്ഷിപ്പിന്റെ അടുത്തോട്ട് വന്നു. ഉടനെ ഈവിളിന്റെ ശക്തി കാരണം സ്പേസ്ഷിപ്പിലുള്ള എല്ലാവരും രക്തം വാർന്ന് മരിച്ചുപോയി. ഇവിടെ കുറച്ച് മോണ്ടോ ഷവൻസ് ഭൂമിയിലേക്ക് വരികയായിരുന്നു. 5 എലമെന്റ്സും കൊണ്ടാണ് അവര് വരുന്നത്. പക്ഷേ വരുന്ന വഴിക്ക് മാർസിനടുത്തെത്തിയതും മാംഗലോഴ്സ് എന്നറിയപ്പെടുന്ന മറ്റൊരു വിഭാഗം ഏലിയൻസ് ചെറിയ സ്പേസ് ക്രാഫ്റ്റുകളിൽ വന്ന് മോണ്ടോ ഷവൻസിന്റെ സ്പേസ്ഷിപ്പിനെ ആക്രമിച്ചു. നിയന്ത്രണം നഷ്ടപ്പെട്ട ആ സ്പേസ്ഷിപ്പ് നേരെ ചെന്ന് മാർസിൽ വീണ് നശിക്കുകയും ചെയ്തു. ശേഷം അവിടെ ചെന്ന് 4 എലമെന്റ് കല്ലുകൾ വെച്ചിരിക്കുന്ന പെട്ടിയും എടുത്തോണ്ട് മാംഗലോഴ്സ് തിരിച്ച് ഭൂമിയിൽ പോയി. സോർഗ് പറഞ്ഞിട്ടാണ് മാംഗലോഴ്സ് അങ്ങനെ ചെയ്തത്. സോർഗാണ് ഈ സിനിമയിലെ വില്ലൻ. അവൻ ഈവിളിന് വേണ്ടി ജോലി ചെയ്യുന്ന ഒരുത്തനാണ്. അടുത്ത ദിവസം രാവിലെ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ അലാറം കേട്ട് കോർബൻ ഉണർന്നു. കോർബനാണ് കഥയിലെ നായകൻ. അവനൊരു ടാക്സി ഡ്രൈവർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. കോർബൻ ജോലിക്ക് പോകാൻ വേണ്ടി പുറത്തിറങ്ങിയതും ഒരു കള്ളൻ തോക്കും ചൂണ്ടി മോഷ്ടിക്കാൻ വന്നു. പക്ഷെ കോർബൻ നിസ്സാരമായിട്ട് ആ തോക്കും പിടിച്ചു വാങ്ങിയിട്ട് കള്ളനെ ഓടിച്ചു വിട്ടു. ശേഷം അവൻ ടാക്സിയും എടുത്തോണ്ട് ജോലിക്ക് പോയി. വാഹനങ്ങളൊക്കെ പണ്ടത്തെ പോലെ നിലത്തിലൂടെ അല്ല പോകുന്നത്, മറിച്ച് എല്ലാം പറക്കുന്ന വാഹനങ്ങളായി. ഈ സമയം ഇവിടെ മിലിറ്ററി ബേസിൽ ഇന്നലെ അപകടത്തിൽപ്പെട്ട മോണ്ടോ ഷവൻ സ്പേസ്ഷിപ്പിൽ നിന്നും സോൾജേഴ്സ് ഒരു ഏലിയന്റെ കൈ വീണ്ടെടുത്തു. സയന്റിസ്റ്റുകൾ അതിനെ സ്കാൻ ചെയ്തപ്പോൾ അതിലെ DNA കണ്ട് അവർ അത്ഭുതപ്പെട്ടു പോയി. കാരണം അതിന് മനുഷ്യന്റെ DNAയുമായിട്ട് സാമ്യതയുണ്ടെങ്കിലും മനുഷ്യന്റെ DNAയേക്കാൾ ഒരുപാട് കോംപ്ലക്സ് ആണ്. അത് മാത്രമല്ല ഈ DNA 100% പെർഫെക്റ്റുമാണ്. ഇത്രയും പെർഫെക്റ്റ് ആയ DNA-യുള്ള ജീവി പ്രകൃതിയിൽ ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. എന്നുവെച്ചാൽ മോണ്ടോ ഷവൻ ഏലിയൻസിനെ യഥാർത്ഥത്തിൽ മറ്റേതോ ഏലിയൻസ് ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിലൂടെ നിർമ്മിച്ചതാണ്. എന്തായാലും ശരീരത്തിന്റെ ചെറിയൊരു ഭാഗം കിട്ടിയാലും അത് വെച്ച് ആ ജീവിയെ മൊത്തം പുനർസൃഷ്ടിക്കാനുള്ള ടെക്നോളജി ഇപ്പോൾ മിലിറ്ററിക്കുണ്ട്. അങ്ങനെ ശാസ്ത്രജ്ഞർ ആ കൈയെ ഒരു മെഷീനകത്ത് വെച്ചതും അത് ആ ഏലിയനെ പുനർസൃഷ്ടിച്ചു. നോക്കിയപ്പോൾ അത് കൃത്യമായും മനുഷ്യരൂപത്തിൽ തന്നെയുള്ള ഒരു സ്ത്രീയാണ്. അത് കണ്ട് പ്രസിഡന്റും മിലിറ്ററി ജനറലും അവിടെ നിന്ന് എല്ലാവരും വളരെ
വളരെ അത്ഭുതത്തോടെ അവളെ നോക്കി നിന്നു. ഇവളാണ് കഥയിലെ നായിക. ശേഷം മെഷീൻസിന്റെ സൗണ്ട് കേട്ട് അവൾ ഉണർന്നു. താൻ ഒരു കണ്ണാടിക്കൂട്ടിൽ കിടക്കുന്നത് കണ്ട് അവൾ ആകെ പേടിച്ചുപോയി. പുരാതന ഭാഷയിൽ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ ആർക്കും ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. അവള് കണ്ണാടിയും തകർത്ത് പുറത്തു വരുമോ എന്ന് ജനറലി ചോദിച്ചപ്പോ അത് ആർക്കും തകർക്കാൻ കഴിയാത്ത അത്ര സ്ട്രോങ് ആയിട്ടുള്ള കണ്ണാടിയാണ്, അതുകൊണ്ട് പേടിക്കേണ്ടെന്നാണ് സയന്റിസ്റ്റ് പറഞ്ഞത്. എന്നാൽ ജനറൽ അടുത്തു വന്നതും അവള് ഗ്ലാസും തകർത്ത് പുറത്തു വന്നു. ജനറലിനെയൊക്കെ ഇടിച്ച് പറത്തി. എന്നിട്ട് വെന്റിലേഷൻ പൈപ്പിലൂടെ കയറി ഓടി അവിടുന്ന് പുറത്തു കടക്കാൻ നോക്കി. എന്നാൽ ബേസിന് പുറത്തു വന്നതും അവളെ പോലീസ് വളഞ്ഞു. വേറെ നിവർത്തിയില്ലാതെ അവള് നേരെ താഴോട്ട് ചാടി. അങ്ങനെ വന്ന് വീണത് കോർബന്റെ ടാക്സിയിലായിരുന്നു. അവളെ കണ്ടപ്പോ തന്നെ അവളോട് ഇഷ്ടം തോന്നി. പക്ഷെ പണ്ടാരോട് അങ്ങനെയായിട്ട് അവള് പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസും അവിടെ എത്തി. അവളുടെ ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിലും അവള് പോലീസിന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെന്ന് മാത്രം അവന് മനസ്സിലായി. ആദ്യം അവൻ അവളെ സഹായിക്കേണ്ടതാണ് കരുതിയത്. പക്ഷേ നിസ്സഹായമായ അവസ്ഥയിൽ അവൾ കരയുന്നത് കണ്ടപ്പോ അവന് മനസ്സലിഞ്ഞു. അങ്ങനെ അവൻ പോലീസിന്റെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കാറ് വേഗം ഓടിച്ചു. കോർബൻ ഈ സിറ്റിയുടെ മുക്കും മൂലയും പോലും വളരെ കൃത്യമായിട്ട് അറിയാം. അങ്ങനെ വളരെ വിദഗ്ധമായിട്ട് വെട്ടിച്ചും തിരിച്ചും അവൻ പോലീസിന്റെ പിടിയിലാകാതെ രക്ഷപ്പെട്ടു. സാഹസികമായിട്ട് വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവള് ബോധം കെട്ടുപോയി. ബോധം കെടുന്നതിന് മുന്നേ പ്രീസ്റ്റ് വിറ്റോ എന്ന് മാത്രം അവള് പറഞ്ഞു. അങ്ങനെ അവൻ അവളെ വിറ്റോടെടുത്ത് കൊണ്ടുപോയി. അവളുടെ കയ്യിൽ ചില അടയാളങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടതും ഇവള് സുപ്രീം ബീയിങ് ആണെന്ന് വിറ്റോയ്ക്ക് മനസ്സിലായി. ഉടനെ അയാൾ തല കറങ്ങി വീണു. ശേഷം വിറ്റോയും അയാളുടെ അസിസ്റ്റന്റ് ഡേവിഡും കൂടെ ചില പുരാതന പുസ്തകങ്ങൾ പരിശോധിക്കുന്ന സമയം കോർബൻ അവളെ ഉമ്മ വെച്ച് ഉണർത്താൻ നോക്കി. പെട്ടെന്ന് അവൾ ഒരു തോക്കെടുത്ത് അവന് നേർക്ക് ചൂണ്ടി. അപ്പോൾ സോറി പറഞ്ഞിട്ട് കോർബൻ അവന്റെ പേര് പറഞ്ഞു കൊടുത്തു. അതവൾക്ക് മനസ്സിലായി. അപ്പോൾ അവളും അവളുടെ പേര് പറഞ്ഞു. ലീലു മിനായ് ലക്കരരുബ ലെമനായ് ചായ് എഗ്ബാത് ദെ സബാത്ത്. ഇതാണ് അവളുടെ പേര്. നമുക്ക് അവളെ ഷോർട്ടായിട്ട് ലീലു എന്ന് വിളിക്കാം. കുറച്ചു കഴിഞ്ഞ് വിറ്റോ എന്ന് കോർബനെ പുറത്താക്കി. ശേഷം വിറ്റോ ലീലുവിന് നല്ല വസ്ത്രങ്ങളൊക്കെ കൊടുത്തു. പിന്നെ കുറെ മണിക്കൂറുകൾ അവൾ വിറ്റോയുടെ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കഴിഞ്ഞ 5000 വർഷങ്ങളുടെ മുഴുവൻ ഹിസ്റ്ററിയും ഒപ്പം ഇവരുടെ ഭാഷയും ഒരുവിധം പഠിച്ചു. വെപ്പൺ ആക്ടിവേറ്റ് ചെയ്യാൻ 4 എലമെന്റൽ കല്ലുകൾ കൂടെ വേണം. അതെവിടെയാണെന്ന് വിറ്റോ ചോദിച്ചപ്പോൾ അതൊരിടത്ത് സേഫ് ആയിട്ടുണ്ടെന്നാണ് ലീലു പറഞ്ഞത്. ഈ സമയം ഇവിടെ കല്ലുകളുള്ള പെട്ടിയുമായിട്ട് മാംഗലോഴ്സ് സോർഗിനെ കാണാൻ വന്നു. മാംഗലോഴ്സിന് മനുഷ്യരായിട്ട് രൂപം മാറാനൊക്കെ സാധിക്കും. അഗ്നോട്ട് എന്നൊരു മാംഗലോർ ആണ് ഈ മാംഗലോഴ്സിന്റെ ലീഡർ. അവൻ സോർഗിന് പെട്ടി കൊടുത്തു. പ്രതിഫലമായിട്ട് അത്യാധുനികമായ സാങ്കേതിക വിദ്യകളുള്ള വളരെ പവർഫുൾ ആയ കുറെ തോക്കുകൾ സോർഗ് കൊടുത്തു. പക്ഷേ സോർഗ് പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിനുള്ളിൽ കല്ലുകളില്ല. സോർഗിനാകെ ദേഷ്യം വന്നു. അവൻ വെപ്പൺസ് തിരിച്ചു തരാൻ പറഞ്ഞു. പക്ഷേ നീ പെട്ടി എടുത്തോണ്ട് വരാനല്ലേ പറഞ്ഞത്? അതിനുള്ളിൽ കല്ലുകൾ ഉണ്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ നീ പറഞ്ഞില്ലല്ലോ. അതുകൊണ്ട് വെപ്പൺസ് തിരിച്ചു തരാൻ പറ്റില്ലെന്ന് മാംഗലോഴ്സ് പറഞ്ഞു. അപ്പോൾ സോർഗ് ഒന്നും മിണ്ടാതെ പുറത്തുപോയി. എന്നാൽ വെപ്പൺസിൽ ഒരു ചുവന്ന ബട്ടൺ ഉണ്ട്. അതെന്തിനാണെന്ന് സോർഗ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അതെന്തായാലും അവര് പ്രസ് ചെയ്ത് നോക്കുമെന്ന് സോർഗിന് അറിയാമായിരുന്നു. അതുകൊണ്ട് സോർഗ് പുറത്തുപോയി കുറച്ചുനേരം വെയിറ്റ് ചെയ്തു. കുറച്ചു കഴിഞ്ഞതും അവൻ പ്രതീക്ഷിച്ചതുപോലെ ഒരു മാംഗ്ലോർ ആ ബട്ടൺ അമർത്തി. ഉടനെ ആ തോക്ക് വലിയൊരു ബോംബ് പോലെ പൊട്ടിത്തെറിച്ചു. ഇവിടെ ലീലുവിനോട് സംസാരിച്ചപ്പോൾ വിറ്റോയ്ക്ക് കാര്യങ്ങൾ മനസ്സിലായി. എന്തെങ്കിലും അപകടമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തിരിച്ചറിഞ്ഞിരുന്ന മോണ്ടോ ഷവൻസ് കല്ലുകൾ ഏതോ ഒരു ഏലിയനെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനി ലീലു ചെന്ന് ആ ഏലിയനെ കാണണം. ആ ഏലിയൻ ഒരു സിംഗറാണ്. കുറച്ച് പ്രകാശ വർഷങ്ങൾക്ക് അകലെയുള്ള ഫ്ലോസ്റ്റൺ പാരഡൈസ് എന്നൊരു ഗ്രഹത്തിൽ ഇന്ന് ആ ഏലിയന്റെ ഒരു ഷോ ഉണ്ട്. അപ്പോൾ എത്രയും വേഗം ഫ്ലോസ്റ്റൺ പാരഡൈസിൽ പോയാൽ ആ ഏലിയനെ കാണാം. അങ്ങനെ അവരതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ അവിടെ സോർഗിന്റെ ആൾക്കാരെത്തി. അവര് വിറ്റോയെ സോർഗിന്റെ പക്കൽ കൊണ്ടുപോയി. വിറ്റോ മോണ്ടോ ഷെവൻസിന്റെ ആളാണെന്ന് സോർഗിന് അറിയാം. അപ്പോൾ ആ കല്ലുകൾ എവിടെയാണെന്നും വിറ്റോയ്ക്ക് അറിയാമായിരിക്കുമെന്ന് സോർഗ് ഊഹിച്ചു. അത് ചോദിക്കാനാണ് അവൻ വിറ്റോയെ വരുത്തിയത്. പക്ഷേ വിറ്റോ ഒന്നും തന്നെ പറഞ്ഞു കൊടുത്തില്ല. മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ നീ ഇവിടുന്ന് ജീവനോടെ പോകില്ലെന്ന് സോർഗ് പറഞ്ഞു. അത് പറഞ്ഞു തീർന്നതും സോർഗിന്റെ തൊണ്ടയിൽ ഒരു ചെറിയ പഴം കുടുങ്ങിപ്പോയി. അങ്ങനെ അവൻ ശ്വാസം കിട്ടാതെ കിടന്ന് പിടയാൻ തുടങ്ങി. എന്തൊക്കെ ചെയ്തിട്ടും ഒരു രക്ഷയുമില്ല. സഹായികളെല്ലാം പുറത്തുമാണ്. അവരെ വിളിക്കാനും പറ്റുന്നില്ല. അവസാനം വിറ്റോ വന്ന് സോർഗിന്റെ തോളിൽ അടിച്ചതും സോർഗിന് ചെറിയ പഴം തുപ്പിക്കളയാൻ പറ്റി. അങ്ങനെ തന്റെ ജീവൻ രക്ഷിച്ചതുകൊണ്ട് തൽക്കാലത്തേക്ക് വിറ്റോയെ സോർഗ് വെറുതെ വിട്ടു. ഇവിടെ സയന്റിസ്റ്റുകളും മോണ്ടോ ഷെവൻ ഏലിയൻസിനെ കുറിച്ചും 5 എലമെന്റ്സിനെ കുറിച്ചും അങ്ങനെ എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചു. അതവര് പ്രസിഡന്റിനെ അറിയിക്കുകയും ചെയ്തു. ഉടനെ ആ കല്ലുകൾ എടുക്കാൻ എത്രയും വേഗം അങ്ങോട്ടേക്ക് ഒരാളെ അയക്കണമെന്ന് പ്രസിഡന്റ് ജനറലിന്റെ അടുത്ത് പറഞ്ഞു. അതിനുവേണ്ടി ജനറലി തിരഞ്ഞെടുത്തത് കോർബനെയാണ്. പ്രസിഡന്റ് പറയുന്നതെല്ലാം സോർഗിന്റെ അസിസ്റ്റന്റ് ഒരു സ്പൈയിങ് ഡിവൈസ് ഉപയോഗിച്ച് കേൾക്കുന്നുണ്ടായിരുന്നു. ഈ സമയം കോർബൻ ഒരു പറക്കുന്ന തട്ടുകടയിൽ നിന്നും ആഹാരം വാങ്ങുകയായിരുന്നു. അപ്പോഴാണ് നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടുവെന്നും പറഞ്ഞ് അവനൊരു മെസ്സേജ് വന്നത്. കുറച്ചു കഴിഞ്ഞ് നിനക്ക് നറുക്കെടുപ്പിൽ 1ാം സമ്മാനം കിട്ടിയെന്ന് അറിയിച്ചുകൊണ്ടുള്ള മറ്റൊരു മെസ്സേജ് വന്നു. തൊട്ടു പിന്നാലെ അതിന്റെ സമ്മാനമായിട്ട് ഫ്ലോസ്റ്റൺ പാരഡൈസിലേക്ക് ടൂറ് പോകാനുള്ള 2 ടിക്കറ്റുകളും വീട്ടിലെത്തി. അവനാകെ കൺഫ്യൂഷനിലായി. കാരണം അങ്ങനെ ഒരു ടിക്കറ്റും എടുത്തതായിട്ട് അവൻ ഓർമ്മയില്ല. കുറച്ചു കഴിഞ്ഞ് ജനറലും 2 സോൾജേഴ്സും വീട്ടിൽ വന്നപ്പോഴാണ് അവന് കാര്യം മനസ്സിലായത്.
കോർബനെ അണ്ടർ കവറിൽ ഫ്ലോസ്റ്റൺ പാരഡൈസിലേക്ക് അയക്കാൻ വേണ്ടി മിലിറ്ററിക്കാര് തന്നെയാണ് നറുക്കെടുപ്പിൽ ഉടായിപ്പ് കാണിച്ചത്. സംഭവം കോർബൻ പണ്ട് മിലിറ്ററിയിലായിരുന്നു. അന്ന് ഈ ജനറലിന് കീഴിലുള്ള ഏറ്റവും നല്ല അണ്ടർ കവർ ഏജന്റ് ആയിരുന്നു കോർബൻ. അതിനു പുറമെ കോർബന് സ്പേസ് ഷിപ്പുകൾ പറത്താനും അറിയാം. ഈ ദൗത്യത്തിന് ഒരുപക്ഷെ സ്പേസ് ഷിപ്പും പറത്തേണ്ടി വന്നേക്കാം. അതുകൊണ്ടൊക്കെയാണ് കോർബനെ തന്നെ ജനറല് തിരഞ്ഞെടുത്തത്. എന്തായാലും ദൗത്യത്തിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തിട്ട് മിലിറ്ററിക്കാർ അവിടുന്ന് പോയി. അവര് പോയതും അവിടെ ലീലുവും വിറ്റോയും എത്തി. അപ്രതീക്ഷിതമായിട്ട് വിറ്റോ ഒരു തോക്കെടുത്ത് കോർബന് നേർക്ക് ചൂണ്ടിയിട്ട് മര്യാദയ്ക്ക് ആ ടിക്കറ്റ്സ് നമുക്ക് തരാൻ പറഞ്ഞു. സംഭവം വിറ്റോയ്ക്ക് കോർബനെയും മിലിറ്ററിയും ഒന്നും വിശ്വാസമില്ല. അതുകൊണ്ട് കോർബന്റെ പേരിൽ താൻ തന്നെ അങ്ങ് ചെന്ന് കല്ലുകൾ എടുക്കണമെന്നാണ് വിറ്റോയുടെ പ്ലാൻ. എന്നാൽ പെട്ടെന്ന് പോലീസുകാർ വന്ന് വാതിലിൽ മുട്ടി. അവര് നേരത്തെ പ്രശ്നമുണ്ടാക്കിയതിന്റെ പേരിൽ കോർബനെ അറസ്റ്റ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ കോർബൻ ഇപ്പോൾ മിലിറ്ററിയുടെ ആളായതുകൊണ്ട് അവന്റെ ഡീറ്റെയിൽസും ഫോട്ടോയും അങ്ങനെ ഒന്നും തന്നെ പോലീസിന്റെ ഇല്ല. അവൻ ഈ ബിൽഡിംഗിൽ ഉണ്ടെന്ന് മാത്രമേ അവർക്ക് അറിയൂ. അങ്ങനെ അവർ ഓരോ അപ്പാർട്ട്മെന്റിലും കയറി ഐഡികളൊക്കെ പരിശോധിക്കുകയാണ്. ലീലുവിനെയും വിറ്റോയെയും കോർബൻ ഒളിപ്പിച്ചു. എന്നിട്ട് പോലീസ് വന്നതും താൻ കോർബൻ അല്ലെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് പോലീസ് ID പരിശോധിക്കാൻ വന്നതും ഉടനെ അപ്പുറത്തെ അപ്പാർട്ട്മെന്റിലുള്ള ഒരുത്തൻ പോലീസുകാരോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ ഇവനായിരിക്കും കോർബൻ എന്ന് തെറ്റിദ്ധരിച്ച് പോലീസുകാര് അവനെ ബാഗിലാക്കി കൊണ്ടുപോയി. പക്ഷെ പുറത്തു പോകുന്നതിന് മുന്നേ മാംഗ്ലൂർസ് എത്തി പോലീസിനെ എല്ലാം തീർത്തു. സംഭവം നേരത്തെ വിസ്ഫോടനത്തിൽ അഗ്നോട്ട് ചത്തിട്ടില്ലായിരുന്നു. എങ്ങനെയെങ്കിലും സോർഗിനോട് റിവഞ്ച് എടുക്കണമെന്നാണ് അഗ്നോട്ടിന്റെ ലക്ഷ്യം. സോർഗിന് കല്ലുകൾ വേണമെന്ന് അവനറിയാം. അതുകൊണ്ട് അത് സോർഗിന്റെ കയ്യിൽ കിട്ടാതിരിക്കാൻ കോർബന്റെ ടിക്കറ്റ്സ് തട്ടിയെടുത്ത് കോർബന്റെ രൂപത്തിൽ ഫ്ലോസ്റ്റൺ പാരഡൈസിലേക്ക് പോയിട്ട് കല്ലുകളെ മോഷ്ടിക്കാനാണ് അഗ്നോട്ടിന്റെയും പ്ലാൻ. എല്ലാവരും പോയ ശേഷം കോർബൻ ലീലുവിനെയും വിറ്റോയെയും പുറത്തെടുത്തു. എന്നാൽ കോർബന്റെ തലയ്ക്കടിച്ച് ബോധം കെടുത്തിയിട്ട് വിറ്റോ ടിക്കറ്റ്സും എടുത്തോണ്ട് ലീലുവിനെയും കൊണ്ട് അവിടുന്ന് പോയി. കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോഴേക്കും അവരെ കാണുന്നില്ല. വിറ്റോ ലീലുവിനെയും ഡേവിഡിനെയും കൊണ്ട് എയർപോർട്ടിലെത്തി. വിറ്റോയ്ക്ക് പകരം അയാള് ഡേവിഡിനെയാണ് ലീലുവിന്റെ കൂടെ അയക്കുന്നത്. ഡേവിഡ് താൻ കോർബനാണെന്ന രീതിയിലാണ് പോകുന്നത്. എന്നാൽ സ്പേസ് ഷിപ്പിൽ കയറാൻ നിന്നതും അവിടെ കോർബൻ എത്തി. അവനെ കണ്ടതും ഡേവിഡ് ആണെങ്കിൽ ആകെ പേടിച്ചുപോയി. അങ്ങനെ അവനെ പറഞ്ഞയച്ചിട്ട് കോർബൻ ലീലുവിനെയും കൊണ്ട് സ്പേസ് ഷിപ്പിൽ കയറി. ഡേവിഡ് നേരെ വിറ്റോയുടെ അടുത്തേക്കാണ് ഓടിപ്പോയത്. കാര്യം അറിഞ്ഞതും രഹസ്യമുറി തുറക്കാനുള്ള താക്കോല് ഡേവിഡിനെ ഏൽപ്പിച്ചിട്ട് വിറ്റോയും ലീലുവിന്റെ പിന്നാലെ പോയി. തൊട്ടു പിന്നാലെ നേരത്തെ കോർബൻ എന്ന് കരുതി പിടിച്ചവന്റെ രൂപത്തിൽ മാംഗ്ലൂർസും എയർപോർട്ടിലെത്തി. കോർബൻ ആണെന്ന പേരിൽ സ്പേസ് ഷിപ്പിൽ കയറാമെന്ന് കരുതിയാണ് അവര് വന്നേ. എന്നാൽ സ്കാനറിൽ അവര് മാംഗ്ലൂർസ് ആണെന്ന് കാണിച്ചു. അതുകൊണ്ട് പെട്ടെന്ന് അവർ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. തൊട്ടു പിന്നാലെ സോർഗിന്റെ അസിസ്റ്റന്റും താൻ കോർബൻ ആണെന്ന് പറഞ്ഞ് സ്പേസ് ഷിപ്പിൽ കയറാൻ വന്നു. എന്നാൽ ക്ലർക്ക് നോക്കിയപ്പോൾ ഓൾറെഡി കോർബൻ സ്പേസ് ഷിപ്പിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഫ്രോഡ് ആണെന്ന് തിരിച്ചറിഞ്ഞതും ഞാനിപ്പോ പോലീസിനെ വിളിക്കുമെന്ന് അവള് പറഞ്ഞു. അങ്ങനെ അവനും പേടിച്ചോടി. എന്നിട്ട് അവൻ സോർഗിനെ വിളിച്ച് ഇതുപോലെ സ്പേസ് ഷിപ്പിൽ കയറാൻ പറ്റിയില്ലെന്ന കാര്യം അറിയിച്ചു. ദേഷ്യം വന്ന സോർഗ് ഒരു ബട്ടൺ അമർത്തിയതും അസിസ്റ്റന്റിന്റെ ഫോണ് പൊട്ടിത്തെറിച്ചു. ആ ബഹളം കേട്ട് സെക്യൂരിറ്റികളെല്ലാം അങ്ങോട്ട് പോയ തക്കത്തിൽ വിറ്റോ നൈസായിട്ട് ആരും കാണാതെ സ്പേസ് ഷിപ്പിൽ കയറി. ഉടൻ തന്നെ സ്പേസ് ഷിപ്പിൽ ലോഞ്ചും ചെയ്തു. അങ്ങനെ അവര് ബഹിരാകാശത്തിലേക്ക് പോയി. ഷിപ്പിനുള്ളിൽ കോർബൻ റൂബിയെ കണ്ടു. റൂബി ഒരു വലിയ TV ഷോയുടെ ഹോസ്റ്റാണ്. അവനും ഫ്ലോസ്റ്റൺ പാരഡൈസിലേക്കാണ് പോകുന്നത്. എല്ലാ തവണയും ഈ നറുക്കെടുപ്പിൽ ജയിക്കുന്നവരെ റൂബി അവന്റെ ഷോയിൽ ഉൾപ്പെടുത്താറുണ്ട്. അങ്ങനെ അവൻ തന്നെ കോർബനെ സ്പേസ് ഷിപ്പ് മൊത്തം ചുറ്റി നടന്ന് കാണിച്ചു കൊടുത്തു. പക്ഷേ കോർബന് TV ഷോയിലൊന്നും പങ്കെടുക്കാൻ യാതൊരു ഇൻട്രസ്റ്റുമില്ല. അതുകൊണ്ട് ക്യാമറ നോക്കി എന്തെങ്കിലും പറയാൻ റൂബി പറയുമ്പോൾ കോർബൻ ഒന്നും തന്നെ മിണ്ടാറില്ല. അത് കാരണം ക്യാമറ ഓഫ് ആക്കിയതും റൂബി കോർബന്റെ അടുത്ത് ദേഷ്യപ്പെട്ടു. എന്നാൽ കോർബനാണെങ്കിൽ റൂബിയെ പിടിച്ച് ഭിത്തിയിൽ കയറ്റി. എന്നിട്ട് എന്റെ തലയിൽ കയറാൻ വന്ന നിന്നെ ഞാൻ ഇടിച്ച് എച്ചിലാക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. പേടിച്ചിട്ട് റൂബി പിന്നെ കോർബനെ ഒന്നും പറഞ്ഞില്ല. ഈ സമയം ഇവിടെ സോർഗിനെ ഈവിള് വിളിച്ചു. എത്രയും വേഗം കല്ലുകൾ നീ കൈവശപ്പെടുത്തിയില്ലെങ്കിൽ നിന്നെ ഞാൻ കൊന്നുകളയുമെന്നാണ് ഈവിള് പറഞ്ഞത്. അപ്പോൾ പേടിച്ചുപോയ സോർഗ് തീർച്ചയായും ഞാനത് കൈവശപ്പെടുത്തുമെന്ന് ഉറപ്പ് നൽകി. ഇവിടെ കുറച്ച് മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം സ്പേസ് ഷിപ്പ് ഫ്ലോസ്റ്റൺ പാരഡൈസിലെത്തി. പാസഞ്ചേഴ്സ് ഒക്കെ പുറത്തിറങ്ങുന്ന സമയം ഒരു ഫ്ലൈറ്റ് അറ്റൻഡന്റ് വെന്റിലേഷൻ സിസ്റ്റത്തിൽ എന്തോ ശബ്ദം കേട്ടു. അത് വല്ല എലി എങ്ങാനും ആയിരിക്കുമെന്നാണ് അവൻ കരുതിയത്. എന്നാൽ വെന്റിലേഷൻ സിസ്റ്റം തുറന്നു നോക്കിയപ്പോൾ അത് വിറ്റോ ആയിരുന്നു. കോർബൻ ചെന്ന് അവന്റെ ഹോട്ടൽ മുറിയേക്ക് നോക്കി കാണുന്ന സമയം സിംഗർ ഏലിയനെ കാണാൻ വേണ്ടി ലീലു സിംഗറിന്റെ മുറിക്ക് സമീപം കാത്തു നിൽക്കുകയായിരുന്നു. കുറച്ചു കഴിഞ്ഞ് സിംഗർ വന്നപ്പോൾ ഷോ കഴിഞ്ഞ ശേഷം നമുക്ക് കാണാമെന്ന് സിംഗർ പറഞ്ഞു. ശേഷം സിംഗർ പാട്ട് പാടാൻ പോയി. ആ സമയം മാംഗ്ലൂർസും ഹോട്ടലിൽ എത്തിയിരുന്നു. മാംഗ്ലൂർസ് നേരെ സിംഗറിന്റെ മുറിയിൽ കയറി കല്ലുകൾ തിരയാൻ തുടങ്ങി. എന്നാൽ ലീലു അപ്പോഴും സിംഗറിന്റെ മുറിക്ക് സമീപം തന്നെ നിൽപ്പുണ്ടായിരുന്നു. അവള് മാംഗ്ലൂർസിനെ കണ്ടതും നേരത്തെ സ്പേസ് ഷിപ്പിനെ ആക്രമിച്ചതാണ് അവൾക്ക് ഓർമ്മ വന്നേ. അങ്ങനെ ദേഷ്യം വന്ന ലീലു നേരെ സിംഗറിന്റെ മുറിയിലേക്ക് കയറിപ്പോയി. എന്നിട്ട് മാംഗ്ലൂർസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. സുപ്രീം ബീയിങ് ആയതിനാൽ അവൾക്ക് സാധാരണ മനുഷ്യരുടെ പല മടങ്ങ് ശക്തിയും വേഗതയും ഒക്കെയുണ്ട്. അങ്ങനെ അവള് പുല്ലുപോലെ മാംഗ്ലൂർസിനെയൊക്കെ അടിച്ച് എച്ചിലാക്കി.
മാംഗ്ലൂർസിന് അവളെ ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് ഒരുത്തിനിറങ്ങി ഓടി രക്ഷപ്പെട്ടു. ശേഷം ബാക്കി എല്ലാവരെയും അടിച്ചിട്ടിട്ട് ചുറ്റും നോക്കിയപ്പോൾ അവിടെ കല്ലുകൾ വെച്ചിരിക്കുന്ന പെട്ടി കണ്ടു. അവൾ അതെടുത്തോണ്ട് പോകാൻ നിന്നതും അവിടെ സോർഗ് വന്നു. നേരത്തെ കണ്ട മാരകമായ വെപ്പണും കൊണ്ടാണ് അവൻ വന്നിരിക്കുന്നത്. വേറെ നിവൃത്തിയില്ലാതെ പെട്ടി അവൻ ഇട്ട് കൊടുത്തിട്ട് അവൾ വേഗം സീലിംഗിൽ കണ്ട ഒരു വെന്റിൽ കയറി ഒളിച്ചു. സോർഗ് താഴെ നിന്നും ചറ പറന്ന് വെടിവെച്ചു. കുറച്ച് ബുള്ളറ്റ്സ് അവളുടെ ദേഹത്ത് കൊള്ളുകയും ചെയ്തു. അങ്ങനെ അവൾ മരിച്ചു എന്ന് കരുതി അവൻ അവിടുന്ന് പോയി. എന്നാൽ പോകുന്നതിന് മുന്നേ അവിടെ ഒരു ബോംബും സെറ്റ് ചെയ്തിട്ടാണ് പോയത്. അതിനിയും 20 മിനിറ്റുകൾക്കുള്ളിൽ പൊട്ടുകയും ചെയ്യും. നേരത്തെ രക്ഷപ്പെട്ട മാംഗ്ലൂര് കല്ലുകൾ എടുക്കാൻ പോയവരേക്ക് സെക്യൂരിറ്റി കൊന്നുകളഞ്ഞുവെന്ന് അക്നോട്ടിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു. ലീലു സെക്യൂരിറ്റി ആണെന്നാണ് അവൻ കരുതിയത്. എന്നാ പിന്നെ ഹോട്ടലിലുള്ളവരെയൊക്കെ ഹോസ്റ്റേജുകളായിട്ട് പിടിച്ചു വെക്കാം, എന്നിട്ട് നമുക്ക് ഭീഷണിപ്പെടുത്തി സെക്യൂരിറ്റികളിൽ നിന്നും കല്ലുകൾ കൈവശപ്പെടുത്താമെന്ന് അക്നോട്ട് പറഞ്ഞു. അങ്ങനെ അവരെല്ലാവരെയും ഹോസ്റ്റേജുകളാക്കി. അതിനിടയിൽ തുരുതുരാന്ന് കുറെ വെടിവെച്ചു. അതിൽ സിംഗറിനും വെടികൊണ്ടു. കോർബൻ വന്ന് അവളെ രക്ഷിക്കാൻ നോക്കി. പക്ഷെ അവളുടെ മുറിവുകൾ മാരകമാണ്. ഇനി എന്തായാലും അവൾക്ക് രക്ഷയില്ല. അവസാനം മരിക്കുന്നതിന് തൊട്ടു മുന്നേ കല്ലുകൾ എന്റെ ഉള്ളിലാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിൽ കിടന്ന് തന്നെ അവള് മരിച്ചുപോയി. ഈ സമയം സോർഗ് അവന്റെ സ്പേസ്ഷിപ്പിൽ കയറി പെട്ടിയും കൊണ്ട് തിരിച്ചു പോവുകയായിരുന്നു. എന്നാൽ പോകുന്ന വഴിക്ക് പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ കല്ലുകൾ കാണുന്നില്ല. അങ്ങനെ അവൻ വീണ്ടും ഹോട്ടലിലേക്ക് തിരിച്ചു വന്നു. ഇവിടെ കോർബൻ സിംഗറിന്റെ ബോഡി പരിശോധിച്ചപ്പോൾ ഉള്ളിൽ കല്ലുകൾ കണ്ടു. അവൻ അതെടുത്ത് ഒരു ബാഗിലാക്കിയിട്ട് നോക്കിയപ്പോൾ അടുത്ത് റൂബിയെ കണ്ടു. അതുകൊണ്ട് അവൻ ആ ബാഗിനെ റൂബിയുടെ കയ്യിൽ കൊടുത്തിട്ട് നിന്റെ ജീവൻ പോയാലും നീ ഇത് കളയരുതെന്നും ഇത് കളഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലുമെന്നും പറഞ്ഞു. എന്നിട്ട് മാംഗ്ലൂർസുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോയി. അവൻ കുറെ മാംഗ്ലൂർസിനെ തീർത്തു കളഞ്ഞു. എന്നാൽ ഉടനെ മെഷീൻ ഗണ്ണ് പോലത്തെ വലിയൊരു വെപ്പൺ എടുത്ത് മാംഗ്ലൂർസ് തിരിച്ചാക്രമിക്കാൻ തുടങ്ങി. അതിൽ നിന്ന് ചെറിയ മിസൈലുകളും വരുന്നുണ്ട്. അങ്ങനെ വേറെ നിവർത്തിയില്ലാതെ കോർബൻ ഒരു ടേബിളിന് പിന്നിൽ ഒളിച്ചിരുന്നു. അവസാനം ഒരു മാംഗ്ലൂർ അവനെ പിടിക്കാൻ വന്നതും കോർബൻ അതിനെ അടിച്ചിട്ടിട്ട് അതിന്റെ തോക്കെടുത്ത് ബാക്കി മാംഗ്ലൂർസിനെയും കൂടെ തീർത്തു. എന്നാൽ തൊട്ടു പിന്നാലെ അവിടെ വീണ്ടും കുറെ മാംഗ്ലൂർസ് എത്തി. അവൻ പെട്ടെന്നൊരു ഗ്രനേഡ് ഇട്ട് കൊടുത്തിട്ട് റൂബിയെയും കൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. പക്ഷേ ഹോട്ടലിന്റെ എക്സിറ്റിൽ വേറെയും കുറെ മാംഗ്ലൂർസ് ഉണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിലാണ് അക്നോട്ട്. അവര് കുറെ ഹോസ്റ്റേജസിനെയും പിടിച്ചു വച്ചിട്ടുണ്ട്. അതിൽ വിറ്റോയും ഉണ്ടായിരുന്നു. മാംഗ്ലൂർസ് ഒരിക്കലും ലീഡർ ഇല്ലാതെ ഫൈറ്റ് ചെയ്യില്ല. അങ്ങനെയെങ്കിൽ ഈ കൂട്ടത്തിൽ അവരുടെ ലീഡറിനെ കൊന്നാൽ പിന്നെ ബാക്കി എല്ലാവരും കീഴടങ്ങും. അതുകൊണ്ട് എനിക്ക് ലീഡറിനോട് സംസാരിക്കണമെന്ന് കോർബൻ പറഞ്ഞു. അക്നോട്ട് അത് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ അക്നോട്ടിന്റെ അടുത്തെത്തിയതും കോർബൻ തോക്കെടുത്ത് അക്നോട്ടിനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. അങ്ങനെ ബാക്കി മാംഗ്ലൂർസ് എല്ലാം കീഴടങ്ങി. ശേഷം സെക്യൂരിറ്റി ഫുട്ടേജ് നോക്കിയപ്പോൾ സിംഗറിന്റെ മുറിയിലെ സീലിംഗിലൂടെ ലീലുവിന്റെ കൈ തൂങ്ങിക്കിടക്കുന്നത് കോർബൻ കണ്ടു. ഉടനെ അവൻ അങ്ങോട്ട് ചെന്ന് അവളെ പുറത്തെടുത്തു. റൂബിയും വിറ്റോയും പിന്നാലെ വന്നു. അപ്പോഴാണ് അവിടെ നേരത്തെ സോർഗ് വെച്ച ബോംബ് റൂബി കണ്ടത്. ഉടനെ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അലാറം മുഴക്കി. എല്ലാവരും വേഗം പല പല സ്പേസ്ഷിപ്പുകളിൽ കയറി അവിടുന്ന് രക്ഷപ്പെട്ടു. അവസാനം കോർബനും റൂബിയും വിറ്റോയും പിന്നെ ലീലുവും മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അവരും വേഗം പുറത്തേക്ക് ഓടി. നോക്കിയപ്പോൾ ഒരു ഷിപ്പ് മാത്രം ബാക്കിയുണ്ട്. അത് ശരിക്കും സോർഗിന്റെ ഷിപ്പായിരുന്നു. ഈ സമയം സോർഗ് ആണെങ്കിൽ സിംഗറിന്റെ മുറിയിലെത്തി. ബോംബ് പൊട്ടാൻ ഇനി ഏതാനും ചില സെക്കൻഡുകൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്നാൽ അവന്റെ ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കാർഡ് ഉണ്ടായിരുന്നു. അത് വെച്ച് അവൻ പെട്ടെന്ന് ബോംബ് ഡീആക്ടിവേറ്റ് ചെയ്തു. പക്ഷെ നോക്കിയപ്പോൾ മാംഗ്ലൂർസ് അവിടെ മറ്റൊരു വലിയ ബോംബ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് പൊട്ടി ഹോട്ടൽ മുഴുവൻ ചാരമായി. അതോടെ സോർഗും പടമായി. ഭാഗ്യത്തിന് ജസ്റ്റ് മിസ്സായിട്ടാണ് കോർബനും കൂട്ടരും രക്ഷപ്പെട്ടത്. ഈ സമയവും ഈവള് ഭൂമിയെ ലക്ഷ്യമിട്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ജ്വലിക്കുന്ന എന്തോ ഒരു തരം തീഗോളമാണ്. അതിപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. ഇനിയും ഏതാനും ചില മണിക്കൂറുകൾക്കകം അത് വന്ന് ഭൂമിയുമായിട്ട് കൂട്ടിയിടിക്കും. അത് മനസ്സിലാക്കിയ ഭൂമിയിലെ സയന്റിസ്റ്റ് പെട്ടെന്ന് കോർബനെ വിളിച്ച് വിവരം അറിയിച്ചു. അങ്ങനെ അവൻ വളരെ വേഗം ഭൂമിയിലെത്തി. എന്നിട്ട് നേരെ ഈജിപ്തിലെ അമ്പലത്തിലേക്ക് പോയി. അവിടെ ഡേവിഡ് കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ നേരത്തെ പറ്റിയ പരിക്കുകൾ കാരണം ലീലു അബോധാവസ്ഥയിലാണ്. അതുകൊണ്ട് വെപ്പണിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല. എന്നാൽ നോക്കിയപ്പോൾ അവിടെ 4 തൂണുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ 4 കല്ലുകളും ആ തൂണുകളിൽ വെക്കേണ്ടതാണെന്ന് അവർക്ക് തോന്നി. അങ്ങനെ വെച്ചതും 4 തൂണുകളും ആക്ടിവേറ്റ് ആയി. എന്നിട്ട് കോർബൻ ചെന്ന് ലീലുവിനെ ഉണർത്തി നോക്കി. പക്ഷെ എത്ര വിളിച്ചിട്ടും അവള് ഉണരുന്നില്ല. അവസാനം അവൻ അവളെ കിസ് ചെയ്തപ്പോഴാണ് അവൾ ഉണർന്നത്. അവൾ എണീറ്റതും ആ മുറി മുഴുവൻ പ്രകാശം കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ആ വെപ്പൺ ആക്ടിവേറ്റ് ആയി. അപ്പോഴേക്കും ഈവിൾ ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ തൊട്ടടുത്തെത്താറായിരുന്നു. വെപ്പൺ ആക്ടിവേറ്റ് ആയതും ലീലുവിന്റെ ദേഹത്ത് നിന്നും ഒരു ശോഭയേറിയ പ്രകാശം പുറത്തുപോയി. അത് നേരെ ചെന്ന് ഈവിളിൽ പതിച്ചതും ഈവിൾ നശിച്ചുപോയി. അങ്ങനെ അവസാനം ഈവിളിന്റെ കയ്യിൽ നിന്നും അവര് ഭൂമിയെ രക്ഷിച്ചു. പക്ഷെ യഥാർത്ഥത്തിൽ അത് ഈവിൾ അയച്ച ഒരു തീഗോളം മാത്രമായിരുന്നു. ഇനിയും 5000 വർഷങ്ങൾ കഴിയുമ്പോൾ ഈവിൾ വീണ്ടും ഭൂമിയെ നശിപ്പിക്കാൻ വരും. എന്തായാലും തൽക്കാലം ഭൂമി രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിൽ എല്ലാവരും ആഘോഷിക്കുന്നതോടെ സിനിമ അവസാനിക്കുകയാണ്.